അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണം, വനിതാ ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റു. പാലപ്പിള്ളി RRT സംഘത്തിലെ വനിതാ ഫോറസ്റ്റ് ഓഫീസർ ജലജയ്ക്കാണ് പരിക്കേറ്റത്. കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ വീഴുകയായിരുന്നു. രാത്രി 8 മണിയോടെ വഞ്ചിക്കടവ് ഭാഗത്ത് വച്ചായിരുന്നു സംഭവം. ജലജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുമായി സാനു കെ സജീവ് വെച്ചിരിക്കുകയാണ്. സാനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി 8 മണിയോടെയാണ് ഒരു സംഭവം ഉണ്ടായത്. ഈ വനിതാ ഓഫീസറുടെ പരിക്ക് എത്രത്തോളമാണ്? ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് അതിരപ്പള്ളിക്ക് സമീപമുള്ള പ്രദേശത്തെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതിൽ RRT സംഘത്തിലെ വനിതാ ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനയെ തുരത്തുന്നതിന് വേണ്ടി എത്തിയ സംഘത്തിലെ വനിതാ ഓഫീസർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഫെൻസിംഗ് വേലിയിൽ നിന്നുള്ള വൈദ്യുതാഘാതമേറ്റ കാട്ടാന പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെയാണ്, പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് ഈ RRT ടീമംഗങ്ങൾക്ക് നേരെ ആന തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജനവാസ മേഖലയിൽ നിന്നും ആനയെ ഓടിക്കാനെത്തിയ സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ നടത്തിയ വാഹനം ആനയുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആനയുടെ അക്രമം ഉണ്ടായത്. എന്തായാലും പതിവായിട്ട് കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്, കാട്ടാനകൾ ഉള്ള സ്ഥലമാണിത്. ഈ കാട്ടാന, അതായത് വേലി, ഫെൻസിംഗ് വേലികളുടെ സംവിധാനം കുറ്റമറ്റതാക്കണമെന്നൊക്കെ അടക്കം ആവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പ്രദേശത്ത് പ്രതിഷേധമൊക്കെ നടത്തിയ ഒരു ഭാഗത്താണ് ഇന്നും കാട്ടാനയുടെ സാന്നിധ്യവും ഒപ്പം തന്നെ തുരത്താനെത്തിയ RRT സംഘത്തിന് നേരെ അക്രമവും ഉണ്ടായിട്ടുള്ളത്. KP. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.